ഇന്ന് ഫോർ എ ചേഞ്ച് ലെറ്റ്സ് മേക്ക് എ 2-in-1 ഐറ്റം. ഇത് ഞാൻ പണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് സ്ഥിരം കിട്ടുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ആൻഡ് ദിസ് ഈസ് ലൈക്ക് സൂപ്പർ സിമ്പിൾ ടു മേക്ക് വിത്ത് വെരി ഫ്യൂ ബേസിക് ഇൻഗ്രീഡിയൻസ്. എൻ്റെ ലൈഫിൽ തന്നെ ബാംഗ്ലൂർ ഹാസ് ഓൾവേസ് ഗോട്ട് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ദർ ഇസ് സംതിങ് വെരി സ്പെഷ്യൽ ആൻഡ് യുണീക്ക് അബൌട്ട് ദിസ് പ്ലേസ്. ഓക്കെ, ഇനി നമുക്ക് ഈ വാചകമൊക്കെ നിർത്തി കാര്യത്തിൽ കിടക്കാം കേട്ടോ. ഹീറ്റ കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം, എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ 2-3 പച്ചമുളകും പിന്നെ 2 സവാള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പൊട്ടറ്റോവും വെണ്ടയ്ക്കും ചേർത്തിട്ട് ഈ മസാലയുടെ ഒപ്പം നല്ലോണം കമ്പൈൻ ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ സംഭവം സെറ്റ് ആവണ്ട. ഇറ്റ് ഇസ് ലൈക്ക് വെരി സിമ്പിൾ ടു മേക്ക്. ഇത് നമ്മുടെ ചോറിൻ്റെ ഒപ്പം നല്ല കട്ട തൈരും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ആൻഡ് നോർമലി വാട്ട് വി ഗെറ്റ് ഇൻ ഹോസ്റ്റലീസ് ലൈക്ക് ഈ കട്ട തൈരിൽ ഇവർ ഈ മസാല ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡ് പോലെ തരാം കേട്ടോ. സംഭവം കുറച്ചുകൂടെ ഹൈപ്പാണ്, എന്നാലും ഇറ്റ് ഗോസ് വെരി വെൽ വിത്ത് ദ റൈസ്. അപ്പം എങ്ങനെയുണ്ട് സംഭവം? നല്ല സിമ്പിൾ അല്ല. ഞാനിന്ന് ഇതും പിന്നെ കുറച്ച് സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടിയിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഫോളോ ഫോർ മോർ. ബൈ ബൈ.